ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്രോഷ്യ ലാവൻഡർ ചെയ്താലോ. അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 60 ചെയിൻസ് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു 60 ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പായ പെറ്റൽസ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഒരു 2 ചെയിൻ മാറ്റി മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ആ സെയിം ചെയിനിൽ തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. അത് കഴിഞ്ഞ് 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത അതേ സെയിം ചെയിനിൽ തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബേസ് ആയിട്ടുള്ളൊരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു 8 ചെയിൻസ് കൊടുക്കണം. ആ പെറ്റൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത അതേ സെയിം ചെയിനിൽ തന്നെ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഇനി ബാക്കിയുള്ള പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് അടുത്ത ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ഒരു 8 ചെയിൻസ്, അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി അതേ ചെയിനിൽ തന്നെ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, അങ്ങനെ ബാക്കി ഫുള്ള് 60 ചെയിനിലും ചെയ്യുക. അങ്ങനെ ചെയ്ത് ലാസ്റ്റത്തെ ചെയിൻ വരുമ്പോഴത്തേനും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കി വരുന്ന യാൺ കട്ട് ചെയ്ത് കളയുക. ഇനി വേറെ ഒന്നുമില്ല, ഒരു ക്രാഫ്റ്റ് വയറോ ഇറുക്കലോ എടുത്തിട്ട് അതിൽ ഫുള്ള് ഗ്രീൻ യാണ് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പെറ്റൽസ് അതിൽ ഫുള്ളും ഇങ്ങനെ ചുറ്റി ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളല്ലേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ലോങ് വീഡിയോ വേണമെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൂടുതൽ ക്രോഷ്യ പ്രൊജക്ട്സ് മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.